അങ്ങനെ വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി നോർമലി ഉള്ളൊരു വീഡിയോ ഞാൻ അങ്ങനെ വെറുതെ എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഉമ്മറം കാട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ഞാൻ വൈകുന്നേരത്തെ ഉമ്മറ ഭാഗം എടുത്തിട്ട് നേരെ നമ്മുടെ ക്യാമറ വിൻഷേട്ടൻ്റെ മുഖത്തേക്ക് ഒന്ന് കൊണ്ടുപോയപ്പോൾ വിൻഷേട്ടൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. എന്തിനാ കണ്ണ് നിറഞ്ഞെന്ന് ചോദിച്ചപ്പോണ്ടല്ലോ മുറ്റത്തേക്ക് നോക്കി ചിരിക്കുക. ഒരു 3 മാസം മുന്നേ ഞാൻ പട്ടാമ്പിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഇതേ കണ്ടപ്പോൾ വാങ്ങിയിട്ടുള്ള ചെരുപ്പാട്ടത് ഇത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു മുറ്റുമണിക്ക് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ നമ്മുടെ പഴയ ചെരുപ്പുകളൊക്കെ കേടാവാറാവുമ്പോഴാണ് മുറ്റത്തിട്ട് നടക്കാറ്. പക്ഷെ ഇത് മുറ്റത്തേക്കായിട്ട് ഞാനിത് 300 രൂപ കൊടുത്തിട്ട് ചെരുപ്പ് വാങ്ങിക്കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സുഖമായിട്ടത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തെ തേജും പിള്ളേരെ കൂടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം കളി ഇരുന്ന് കാണുന്നുണ്ട്. വിൻഷേട്ടനെ കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് വാ എവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിൻഷേട്ടൻ ഉമ്മർത്തിരുന്ന് മുറ്റം നോക്കിയിരുന്ന് ഇങ്ങനെ കണ്ണ് നിറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം നിന്ന് കളിയൊക്കെയുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് കല്ലുകൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എടുക്കാണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജപ്പതി ഇത് യോഗ മാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി പണിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ലേ തേജ് ഇവിടെ കിടന്ന് യോഗ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് കല്ല് ഞാൻ വേസ്റ്റ് അല്ല നല്ല കല്ലിനെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വിൻഷേട്ടൻ ഒരു സൈഡിൽ കൊണ്ട് വെക്കുന്നുണ്ട്. നമുക്ക് ബാക്കിൽ തിരുമ്മണില്ലേ അവിടെ എവിടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തില്ല കേട്ടോ. നമ്മൾ തന്നെ എടുത്തു. പിന്നെ ഞാൻ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മാസം അവസാനമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചെടി നനയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചെടി നനയ്ക്കാച്ച് നിൽക്കുമ്പോഴായിരുന്നു വിൻഷേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റം പണി കഴിഞ്ഞിട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും വെറുതെ മുറ്റം പണി കഴിഞ്ഞതൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഗിവ് അവേയുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഗിഫ്റ്റ് എന്താന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാസറോൾ സെറ്റാണ് ഞാൻ ഗിഫ്റ്റായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. 2 പേർക്കാണ് കേട്ടോ ഞാൻ തരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റിൽ നിന്ന് ടോപ്പ് നിൽക്കുന്ന ഒരാളേനെയും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറിലെ ഒരാൾക്കാണ് കേട്ടോ ഞാൻ ഈ 2 ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആര് വേണമെങ്കിലും ആയിരിക്കാം. എന്നാലും 2 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കിട്ടാത്തവരൊരിക്കലും വിഷമിക്കരുത്, നമുക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചിലപ്പോൾ നിങ്ങളും ആയിരിക്കും കേട്ടോ വിന്നർ. ഗിവ് അവേയിലുള്ള ഡൗട്ടൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുക്കണത് ഈ മാസം അവസാനമായിട്ടായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇതേ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ്റെ വീട് ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെയാണ് എന്ന്. വിൻഷേട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ. 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ അച്ഛനും അമ്മയും കൂടി പോവാണ്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് പച്ച അവിടെ പോസ്റ്റുമേ ലേറ്റ് വെക്കാൻ പറയണം എന്നാട്ടാ പറയണത്. കാരണം നമ്മുടെ 2 പോസ്റ്റുമേ ലേറ്റ് ഇല്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാൻ മെമ്പർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അവരോട് പറഞ്ഞോളോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോയത്. അപ്പം എന്തെങ്കിലും വീഡിയോ എത്ര ഉള്ളൂ എടുത്തിടയിൽ കാണാം കേട്ടോ. ബൈ.